ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളിതാ ഇപ്രാവശ്യവും പെരുന്നാൾ ആഘോഷിക്കാൻ പോവാ അല്ലേ. പ്രശ്നങ്ങളെന്ന് പറയുന്നത് വിദേശത്തുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, ഫ്ലൈറ്റ് ഇല്ല, ഇവിടെയാണെങ്കിലോ ഗ്യാസ് ഇല്ല, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ. സാധനങ്ങൾക്ക് വില അധികമാകുന്നു, ഇനി എന്താകുമെന്നുള്ള ഒരു സങ്കടം എല്ലാം കൂടെ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളൊരു പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അപ്പം നമ്മളും ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, ഒരു സീ ഫുഡ് ബിരിയാണിയാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം ഇത് നമുക്കൊന്ന് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഞണ്ടും ചെമ്മീനുമാണ്, പക്ഷേ കൂന്തളും കൂടെ വേണം. ഒരാഴ്ചയായി നമ്മുടെ മാർക്കറ്റിൽ കൂന്തൾ വരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അതില്ല. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് വേണം ഉണ്ടാക്കാൻ. സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പെരുന്നാൾ ആശംസകൾ. ഇനിയും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ പറയണം, എന്നാലും ആദ്യം തന്നെ അങ്ങ് പറയാണ് കേട്ടോ. അപ്പോൾ വായോ. നമ്മുടെ ഞണ്ടും ചെമ്മീനും കൂടെ ഉള്ള ബിരിയാണിയിൽ ആദ്യം തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കി വെച്ചേക്കാവേ. അതിന് ശേഷം നമുക്ക് മസാലയാക്കാം. അതൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കുമ്പോഴത്തേനും നമ്മുടെ മസാല വേഗം ദമ്മിടാവേ. വേഗം പരിപാടി തീരും കേട്ടോ. ഇതാ നോക്കി, ഒരു പാൻ അടുപ്പ് വെച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ്, വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യമേ തന്നെ ഡാൽഡ എത്ര ചേർക്കുന്നില്ല എന്ന് പറഞ്ഞാലും ആ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടണം. ഇച്ചിരി ഡാൽഡ വേണം അല്ലേ. നോക്കി, എണ്ണ ചൂടായി വന്നപ്പം നമ്മൾ ഒരു ലീഫ്, 2-3 പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പൂ എല്ലാം കൂടെ ഇട്ടേ. നമ്മൾ 1 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. ഇനിയില്ലേ, ഇതാ ആ അരി കഴുകി ഊറ്റി വെച്ചിരിക്കുന്നതാണ്. ഇതിനൊരു കപ്പ എടുത്തേ, കഴുകി ഊറ്റി വെച്ചപ്പോഴാണ് ഇത്ര ആയത് കേട്ടോ. ഇതാ അത് നമ്മൾ ഇതിലേക്ക് ഒന്നിട്ട്, ഏതരിയാണെങ്കിലും ഒന്ന് വറുത്തെടുക്കണം. ഒരുത്തൻ മീൻ കൂട്ടാത്തവനുണ്ട്, അപ്പോൾ അവൻ ഇച്ചിരി ചോറെടുത്ത് മാറ്റി വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര അരി ഇട്ടത്. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശ്വാസമായില്ല. എല്ലാവരും ഉണ്ടാക്കുന്ന, എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അരിയൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ പരുവം. പൊട്ടി വരുന്ന സമയം. ഇനി നമ്മുടെ അരിയൊക്കെ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിളച്ച് വെള്ളം ഒഴിക്കുക. 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുത്തു. ഈ ചോറിലേക്ക് നമ്മൾക്ക് ഇതാ കുറച്ച് പച്ചമുളക് പേസ്റ്റാണ്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കുറച്ചിട്ടു. കുറച്ച് മല്ലിയില, ഇതാ നമ്മുടെ രമ്പയില അതും അവിടെ കിടക്കട്ടെ. കുറച്ച് ഡാൽഡ, കണ്ടോ. ഡാൽഡ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ. ഞാൻ ഇച്ചിരി ചേർക്കാം, ചോറിനൊരു ഫ്ലേവർ ഇട്ടേണ്ടത് ഡാൽഡനാണ്. നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനിയും മൂടി വയ്ക്കാം. വെള്ളം ഒന്ന് വലിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീരൊഴിക്കണം. മൂടി വെച്ച് അത് അവിടെ ഇരുന്ന് വെന്തോളും. ഇച്ചിരി ചെറുനാരങ്ങ നീരും കൂടെ അങ്ങ് ഒഴിക്കും. നമ്മളൊരു ബിരിയാണി പോട്ടെടുത്ത് അടുപ്പ് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. കുറച്ച് സവാള നമുക്ക് മേളിലിടാനൊന്ന് വറുത്ത് കോരണ്ടേ, അതിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം 2 കാഷ്യൂ, അതൊന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ കുറച്ച് മുന്തിരി കോരി എടുക്കാവേ. കുറച്ച് സബോള, ചോറ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. വെള്ളം വറ്റി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നാൽ അതിൻ്റെ വേവ് സെറ്റാ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചോറുണ്ടാക്കി അവിടെ വെച്ചേ. അവിടെ ഇരുന്നൊന്ന് റെഡി ആയിക്കോട്ടെ. കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് വറുത്ത്, സവോളയും ഒക്കെ നമ്മൾ കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്ത് കോരിയെടുത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളക്. ഇതിനകത്ത് എരിവെന്ന് പറയുന്നത് നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ, അല്ലാതെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ.
പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പച്ച ചുവ മാറി വന്നപ്പം സവോള ചേർത്ത് കൊടുത്തു. നമ്മളൊരു 4 സവോള അരിഞ്ഞു വെച്ചു. അതിനകത്ത് നിന്ന് 3 വലിയ സവോള നമ്മൾ ചേർത്ത് ഒരെണ്ണം ചള്ളാസിനെടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. കറിവേപ്പില ഇതാ സവോളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നപ്പം തക്കാളി ഇട്ട് കൊടുത്തു. ഇത് 4 തക്കാളിയാണ് കേട്ടോ. എത്ര ഞണ്ട് ചെമ്മീൻ എടുക്കുന്നു അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇതിൻ്റെയൊക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അളവിന് മാറ്റം വരുത്തണം കേട്ടോ. ഇതിപ്പം ഞാൻ ഒരാൾ മീൻ കൂട്ടാത്തതുകൊണ്ട് മസാല കുറച്ച് എടുത്ത് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഉണ്ടാക്കുന്നത്. ഒരാൾക്ക് ചിക്കനേ പറ്റുള്ളൂ, ഫിഷ് പറ്റത്തില്ല. സവോളയും തക്കാളിയൊക്കെ വഴന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. കണ്ട, ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇതിനൊരു 2 സ്പൂൺ മതിയേ. പിന്നെ നമുക്ക് കുറച്ച് ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഫിഷ് മസാലയാണ് കേട്ടോ. ഇതൊരു ഭയങ്കര ടേസ്റ്റാണ്. അതും കൂടെ ഇട്ടു. ഇതിനകത്ത് നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. പൊടികളെല്ലാം നമ്മൾ ചേർത്തു. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, കുറച്ച് തൈരും കൂടി ഒഴിക്കും. കുറച്ച് മതിയേ. ചിക്കൻ്റെ പോലെ നമുക്ക് ചിക്കനും ഇതുമൊക്കെ വെക്കുന്ന പോലെ ഒത്തിരി ചേർക്കരുത്. ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. ഒരു നുള്ളുപ്പും കൂടെ ചേർക്കാം. കുറച്ച് മസാല എടുത്ത് മാറ്റി വെക്കട്ടെ. ഞാൻ എൻ്റെ കൊച്ചിന് ചിക്കനാക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും ഞണ്ടും കൂടെ ഇടാം. കണ്ടോ, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇനി ഇതൊന്ന് വേകട്ടെ. ഇതിലേക്ക് കുറച്ച് പുതിനയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തേ. ഇനി ഇത് മൂടി വെച്ച് ചെറു തീയിൽ ഒന്ന് വെന്തോട്ടെ. മൂടി വെച്ച് വേവിക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് നമ്മുടെ മസാലക്കകത്ത് ഇതെല്ലാം ഒന്ന് പെരണ്ട് വന്നു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഇതാ നല്ല കട്ട പാലില്ലേ, തേങ്ങാപ്പാൽ, 1 കപ്പ്, ചെറിയ കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തേ. ഇതിനകത്ത് കിടന്ന്, ഇതാണ് അതിൻ്റെ നമ്മുടെ ബിരിയാണിയുടെ മസാലയുടെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇതിനകത്ത് കിടന്ന് ഇവരൊന്ന് വെന്തോട്ടെ. മൂടി വെച്ചേക്കാം. വേഗം തന്നെ ആകും കേട്ടോ. നമ്മുടെ ഞണ്ടും ചെമ്മീനും ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കി, തേങ്ങാപ്പാലിനകത്ത് അവർ കിടന്നൊന്ന് വെന്തു കേട്ടോ. ഇനി നമുക്ക് പതിയെ ദമ്മിടാനുള്ള പരിപാടി നോക്കണേ. നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റൈസൊക്കെ തട്ടാം. അതിന് മുമ്പേ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതില്ലേ കേട്ടോ, കുറച്ച് ഗരം മസാലയും കൂടി ഒന്നിട്ട് മിക്സ് ചെയ്യാവേ. ഒരു 1/4 സ്പൂൺ ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടെ ഒന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവേ. നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കണ്ടോ, നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. എല്ലാം കുറച്ച് മതി. ഇതിലേക്ക്
കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന സവോള, കാഷ്യൂ, മുന്തിരി എല്ലാം കൂടെ ഇട്ടോടും. അടുത്ത ലെയർ ചോറും കൂടെ ഇട്ടോടും. കുറച്ച് മൂടി വെച്ചു. പരിപാടി കഴിഞ്ഞു. പെട്ടെന്ന് ഉണ്ടാക്കാം, പക്ഷെ ഭയങ്കര ടേസ്റ്റിയോ. കൂന്തളിന്റെ ഒരു കുറവുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ ഒരു അടിപൊളി സീ ഫുഡ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇതാ നല്ല ചമ്മന്തിയും ചെള്ളാസും നാരങ്ങ അച്ചാറും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മളിത് കഴിക്കാൻ. ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ ലാവിഷായി അല്ലേ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഈദ് മുബാറക്.